ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെ പോവാണ് ദേവു? ഊട്ടിക്ക് പോവാണ്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് ഒരു വ്ളോഗ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങൾ ഉടനെ കാണാം. അല്ലേ അമൃത? നല്ല തണുപ്പുണ്ട്. ദേവുന് എന്താണ് പറയാനുള്ളത്? എനിക്ക് ഞാൻ മാത്രമേ കണ്ടുള്ളൂ. ലൈറ്റ് അങ്ങോട്ട് അടിച്ചു. ഇതാണ് നമ്മൾ പോയ ബസ് കേട്ടോ. ഒരു 3:45 ആയപ്പോഴത്തേക്കൊക്കെ നമ്മൾ ബസ്സിൽ കയറി. പിന്നെ കുറേ ചെന്ന് തുടങ്ങിയപ്പോൾ തന്നെ ലൈറ്റ്സ് ഒക്കെ ഇട്ട് ഡാൻസ് കളിയായിരുന്നു. എനിക്ക് കുറച്ച് വയ്യായിരുന്നോണ്ട് ഞാൻ ഡാൻസ് കളിച്ചില്ല. നമ്മളിപ്പോൾ എവിടെയാണ്? എനിക്കും അറിയത്തില്ല. സമീഷ് വ്ളോഗറാണ് നമുക്ക് ഈ ട്രിപ്പ് സെറ്റ് ആക്കിയത്. സോ ഇതുപോലത്തെ അടിപൊളി ട്രിപ്പിന് വേണ്ടിയിട്ട് നിങ്ങൾ സമീഷ് വ്ളോഗറിന്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടിപൊളിയായിരുന്നു, സൂപ്പറാണ്. നമ്മൾ പൊളിച്ചോണ്ടിരിക്കുകയാണ്. ഇതാണ് ഗൈസ് അക്ഷയ് കൊല്ലത്തിൽ നിന്ന് വന്നതാണ്. സോ നമ്മൾ ആദ്യമൊന്നും കമ്പനിയിലായിരുന്നു, പിന്നെ നമ്മൾ കമ്പനിയായി. ഇത് കൊണ്ടുവരണം, ക്യാഷ് കൊണ്ടുവരണം, കാരണം ഇവിടെ റേഞ്ച് ഇല്ലാത്തൊരവസ്ഥയാണ്. പിന്നെ ഇത് 200 രൂപയുടെ സാധനം ഞങ്ങൾ പേശി 180 രൂപ വാങ്ങിച്ചു. ഊട്ടി എന്ന് കേൾക്കുമ്പോഴേ അവിടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ളത് ക്യാരറ്റ്, ചോക്ലേറ്റ്സ്, പിന്നെ അതുപോലെ ഊട്ടി ഫ്ലവർ ഒക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സ്ഥലത്തിന്റെ പേര് എനിക്കറിയത്തില്ല. എന്തോ ഒരു ഹില്ലാണ്, അടിപൊളിയായിരുന്നു. പക്ഷെ മീൻസ് നമുക്ക് അവിടെ കുറേ ഫോട്ടോസ് ഒക്കെ എടുക്കാം. പിന്നെ ഞങ്ങൾ ആ വഴിയിൽ കുറേ ചോക്ലേറ്റ്സ് ആണ് കേട്ടോ. ഇതൊന്നും ലോക്കൽ ചോക്ലേറ്റ്സ് ആയിരിക്കും, കാരണം ഫാക്ടറിയുടെ അടുത്തൊന്നും അല്ല ഉണ്ടായിരുന്നത്. പക്ഷെ നല്ലതാന്ന് തോന്നി. അത് കഴിഞ്ഞിട്ട് ഈ മല കയറാൻ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഗൈസ്. നല്ല വെയിലുമായിരുന്നു. ഊട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നല്ല വെയിലുണ്ടായിരുന്നു. അങ്ങനെ ഇതാണ് അക്ഷയ്. വീണ്ടും അക്ഷയ് വന്നിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അക്ഷയ് ഇങ്ങനെ അവൻ്റെ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ശരത്ത്. ഈ ശരത്തേട്ടനും അതുപോലെ കൊല്ലത്തുള്ളതാണ്. ഇത് അക്ഷയാണ് കേട്ടോ. അക്ഷയ് തൃശ്ശൂരുള്ളതാണ്. അവൾ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്, പക്ഷെ നല്ല അടിപൊളി പേഴ്സൺ ആണ്. സോ നമ്മൾ കുറേ കമ്പനി ആയിരുന്നു. ആദ്യം കമ്പനി ആയില്ല, പിന്നെ പതിയെ നമ്മൾ നന്നായിട്ട് കമ്പനി ആയിരുന്നു. പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് കുറേ മുന്തിരി സാധനങ്ങളെല്ലാം ഉണ്ടെന്നു. പക്ഷെ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്കൊന്നും വാങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്, കാരണം അവിടെ ഫോൺ പേയും ഗൂഗിൾ പേയും ഒന്നും ഇല്ല. പിന്നെ ഈ വെള്ളമൊക്കെ ഇതാണ്ട് ഇങ്ങനത്തെ ബോട്ടിൽസിലാണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 50 രൂപയാണ്. പക്ഷെ അത് വെർത്താണ് കേട്ടോ, കാരണം നമുക്ക് ആ വെള്ളം വാങ്ങുമ്പോൾ ഈ പറയുന്ന ബോട്ടിലും കിട്ടും. അത് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പിലിട്ടത് ട്രൈ ചെയ്ത് കേട്ടോ. അവിടെ മാങ്ങയും തണ്ണിമത്തനും പൈനാപ്പിളും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം പൈനാപ്പിളാണ് കഴിച്ചത്. ഈ പൈനാപ്പിൾ ഇവിടുത്തെ സത്യം പറഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു, അതുപോലെ ക്വാണ്ടിറ്റി നന്നായിരുന്നു, അതുപോലെ നല്ല വലിയ പൈനാപ്പിൾ ആയിരുന്നു കേട്ടോ. എൻ്റെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ പൈനാപ്പിൾ ഉപ്പിട്ട് ഇത്രയും ടേസ്റ്റ് ഉള്ളത് കഴിക്കുന്നത്. തിരുവനന്തപുരത്ത് കഴിച്ചതിനും കോഴിക്കോട് നിന്ന് കഴിച്ചതിനും കാളും എനിക്ക് ഇതാണ് ഇഷ്ടപ്പെട്ടത്. അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. കുറേ ഞാൻ കഴിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മാങ്ങയും കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ ബസ്സിൽ പൊയ്ക്കൊണ്ടിരുന്ന സമയത്താണ് ഈ ഒരു പ്ലേസ് കാണുന്നത്. സത്യം പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരെന്താണ്, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടാണോ ഒന്നും എനിക്കറിയത്തില്ല, കാരണം ഇവിടെ ആരും അധികം ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് എൻ്റെ നല്ല രസമായിരുന്നു. എവിടെ തിരിച്ചു വെച്ചാലും അടിപൊളി ഫോട്ടോ ജനിക്കായിട്ടുള്ള പ്ലേസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയിട്ടോ. ഫുഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അൺലിമിറ്റഡ് ഫുഡായിരുന്നു. ബിരിയാണി ഉണ്ടായിരുന്നു, അതുപോലെ ചോറ് വേണ്ടവർക്ക് ചോറും ഉണ്ടായിരുന്നു. ഞാൻ ബിരിയാണിയാണ് കഴിച്ചത്. അൺലിമിറ്റഡ് ആയതുകൊണ്ട് വീണ്ടും എടുത്ത് കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലും ടീ ഫാക്ടറിയിലും പോയിട്ടോ. അത് രണ്ടും ഒരു സ്ഥലത്ത് തന്നെയാണ്. ഒരു ടിക്കറ്റാണ് എടുക്കുന്നത്. അങ്ങനെ ചോക്ലേറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടു. ടീ ഫാക്ടറിയിൽ നിന്ന് ടീ കുടിക്കാൻ തന്നായിരുന്നു കേട്ടോ. അപ്പൊ അത് അക്ഷയ് കുടിച്ചോ ചായ? എങ്ങനെയുണ്ട്? സാധാരണ ഞാൻ ചായ കുടിക്കാത്തതാണ്, പക്ഷെ ഈ ചായ ഉണ്ടല്ലോ കൊള്ളാം. ഒരു ദിവസം അമ്മയായിട്ടൊക്കെ വരണം. കൊള്ളാം, ഊട്ടി കൊള്ളാം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീ പൗഡർ വാങ്ങിക്കാനാണ് അവിടെ പോയത്. അത് കഴിഞ്ഞിട്ട് കുറേ ചോക്ലേറ്റ്സ് കണ്ടു. എൻ്റെ ഇഷ്ടംപോലെ ചോക്ലേറ്റ്സ് ഈ നോ ഫ്രീ സാമ്പിൾ എന്ന് കണ്ടപ്പോഴത്തേക്കും ഞാൻ കുറച്ച് സാഡായി ഗൈസ്, കാരണം നമുക്ക് വെറുതെ ഇഷ്ടം പോലെ തിന്നാലോ, പക്ഷെ അതിവിടെ നടക്കുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഫൗണ്ടർ എന്ന് തോന്നുന്നു ഗൈസ്. ദൈവമൊക്കെ അങ്ങനെ ഈ ചോക്ലേറ്റ് എത്ര ലാസ്റ്റ് എന്നൊക്കെ ചോദിക്കണം. അവർ 1 മന്ത് വരെ നിൽക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഉറപ്പായി സബ്സ്ക്രൈബ് ചെയ്യണം, ആൻഡ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.